എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഒരുപാട് വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കിയ ക്ലാസ്സാണ്. പ്രത്യേകിച്ചും ബി, ബീയിങ്, ബീയിങ്. ഇതിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ കുറേ പേർക്ക് വേണം പാസീവ് വോയിസിനെ പറ്റിയുള്ള ഒരു ക്ലാസ്. ഇന്നത്തേത് മൊത്തം ഗ്രാമറാണ് എന്ന് പറഞ്ഞു പോകാൻ വരട്ടെ. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസസിൽ കൂടെയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പാസീവ് വോയിസ് എന്താണെന്ന് കാണും. എന്നിട്ട് ബി, ബീയിങ്, ബീയിങ് ഇവയുടെ പാസീവ് വോയിസിലുള്ള ഉപയോഗവും കാണും. എന്നിട്ട് അവസാനം നല്ലൊരു ഫ്രേസും പഠിക്കും. സോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തന്ന് അതെന്നെ അറിയിക്കുമല്ലോ. ആദ്യം നമുക്ക് ബിയെ പരിചയപ്പെടാം. ബി, നമ്മളൊരു ട്രെയിൻ യാത്രയ്ക്ക് പോവുക. സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ട്രെയിൻ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നേരവും ഇല്ല. ഓടിച്ചെന്ന് കയറാനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ചിന്ത വരും, ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരുടെ മേൽ ഫൈൻ ചുമത്തപ്പെടും. The ticketless passengers will be fined. The ticketless passengers will be fined. ഇവിടെ ആര് ഫൈൻ ചുമത്തും എന്നതിനേക്കാളും ആരുടെ മേൽ ഫൈൻ ചുമത്തപ്പെടും, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള സെൻറ്റൻസിനാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പറയണം TC ടിക്കറ്റ് ഇല്ലാത്തവരുടെ മേൽ ഫൈൻ ചുമത്തുമെന്ന്. TC will fine the ticketless passengers. ഇവിടെ ആരാണ് ഫൈൻ ചുമത്തുന്നത്, ഇതിനാണ് പ്രാധാന്യം. TC. ഇങ്ങനെ ആരൊരു കാര്യം ചെയ്യുന്നോ അയാൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സെൻറ്റൻസിനാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം ആക്റ്റീവ് വോയിസ് ആണ്. ഞാൻ എപ്പിസോഡ് 18 ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിനെയും പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ക്ലിക്ക് ചെയ്ത് അതും കൂടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ കാണണം. അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ഈ രണ്ട് സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. ആദ്യം ആക്റ്റീവ് വോയിസിൽ, പിന്നെ പാസീവ് വോയിസിൽ. TC will fine the ticketless passengers. അത് പാസീവ് വോയിസിൽ പറയുമ്പം the ticketless passengers ആദ്യം വരും. ഇവിടെ will എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം അതുകൊണ്ട് will എപ്പോഴും ഭാവി കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. അപ്പം അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ will be എന്ന് മാറ്റും. ശ്രദ്ധിക്കണേ. The ticketless passengers will be. ഇനി എന്ത് കാര്യമാണ് നടക്കുക? ഫൈൻ ചുമത്തുന്ന കാര്യം. അപ്പോൾ ഫൈൻ എന്ന് പറയുന്ന ക്രിയയ്ക്ക് 3 ഫോംസ് ഉണ്ട്. ഫൈൻ, ഫൈൻഡ്, ഫൈൻഡ്. ഇതിൽ മൂന്നാമത്തെ ഫോമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അതായത് ഫൈൻഡ്. ഇത് ഓർത്ത് വെച്ചേക്കണേ. നമ്മൾ എപ്പോൾ പാസീവ് വോയിസ് പറഞ്ഞാലും ക്രിയ, അതായത് വേർബിൻ്റെ 3rd ഫോമാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സെൻറ്റൻസ് എങ്ങനെ വരും? The ticketless passengers will be fined. The ticketless passengers will be fined. എങ്ങനെ പറയും? The ticketless passengers will be fined. നെക്സ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്. പക്ഷെ നമ്മുടെ സുഹൃത്തിൻ്റെ ലാസ്റ്റ് ബസ്സും പോകും പാർട്ടി കഴിയുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ പാർട്ടിക്ക് വിളിക്കുമ്പോഴേ എന്ത് പറയും? You come to the party, don't take tension. നീ പാർട്ടിക്ക് വാ, ടെൻഷൻ ഒന്നും എടുക്കണ്ട. You will be dropped. You will be dropped. നിന്നെ കൊണ്ടുവിടുന്നതായിരിക്കും. You will be dropped. കണ്ടോ, ഇവിടെയും ആര് കൊണ്ടുവിടും എന്ന് പറഞ്ഞിട്ടില്ല, ആരെ കൊണ്ടുവിടും അതാണ് പറഞ്ഞിരിക്കുന്നത്. പാസീവ് വോയിസ്. ഇനി രാഹുൽ നിന്നെ കൊണ്ടുവിടും എന്നായിരുന്നെങ്കിലോ, രാഹുൽ will drop you. ഇവിടെ രാഹുൽ കൊണ്ടുവിടും, അതിനാണ് പ്രാധാന്യം, ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെൻറ്റൻസും ഒന്നുകൂടെ നോക്കാം. രാഹുൽ വിൽ ഡ്രോപ്പ് യു എന്നതിനെ പാസീവ് പറയണമെങ്കിൽ ആദ്യം യു വിൽ തുടങ്ങണം, പിന്നെ വില്ലിനെ വിൽ ബി എന്ന് പറയണം, പിന്നെ ഡ്രോപ്പിൻ്റെ 3rd ഫോം ഡ്രോപ്ഡ് ഉപയോഗിക്കണം. എങ്ങനെ പറയും? യു വിൽ ബി ഡ്രോപ്ഡ്. പിന്നെ ബൈ രാഹുൽ എന്ന് വേണമെങ്കിൽ അവസാനം ചേർക്കാം, സംസാരിക്കുമ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു എക്സാം ഒക്കെ എഴുതുവാണെങ്കിൽ യു വിൽ ബി ഡ്രോപ്ഡ് ബൈ രാഹുൽ എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ബിയുടെ ഉപയോഗം പഠിച്ചല്ലോ. വില്ലിൻ്റെ കൂടെ മാത്രമല്ല
ക്യാൻ, കുഡ്, വുഡ് ഇതിൻ്റെ ഒക്കെ കൂടെ ബി ചേർക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാമേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് തരാറുണ്ട്, വീഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ദ വീഡിയോ ക്യാൻ ബി ഹേർഡ് ക്ലിയർലി. കണ്ടില്ലേ, ഇവിടെ ക്യാൻ ബി എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ആക്റ്റീവ് വോയിസിലായിരുന്നെങ്കിലോ, എനിക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഐ ക്യാൻ ഹിയർ ദ വീഡിയോ ക്ലിയർലി. ഐ ക്യാൻ ഹിയർ ദ വീഡിയോ ക്ലിയർലി. എങ്ങനെ പറയും? ഐ ക്യാൻ ഹിയർ ദ വീഡിയോ ക്ലിയർലി. എന്നാൽ പാസീവ് വോയിസിലോ, ദ വീഡിയോ ക്യാൻ ബി ഹേർഡ് ക്ലിയർലി. ദ വീഡിയോ ക്യാൻ ബി ഹേർഡ് ക്ലിയർലി. എങ്ങനെ പറയും? ദ വീഡിയോ ക്യാൻ ബി ഹേർഡ് ക്ലിയർലി. ഇനി നേരത്തെ ഒരു വീഡിയോ ആണ്, അത് കണ്ടിട്ട് നിങ്ങൾ കമൻ്റ് ഇടുവാണ്, വീഡിയോ ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിലോ, ദ വീഡിയോ കനോട്ട് ബി ഹേർഡ് ക്ലിയർലി. ദ വീഡിയോ കനോട്ട് ബി ഹേർഡ് ക്ലിയർലി. കനോട്ടിനെ കാൺട്ട് എന്നും പറയാവേ. അപ്പോൾ ദ വീഡിയോ കാൺ ബി ഹേർഡ് ക്ലിയർലി. ദ വീഡിയോ കാൺ ബി ഹേർഡ് ക്ലിയർലി. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ. നമ്മളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞ സമയത്തിന് മുമ്പേ നമ്മൾ എത്തി. അപ്പോൾ റിസപ്ഷനിസ്റ്റ് നമ്മളോട് പറയും, കുഡ് യു പ്ലീസ് വെയിറ്റ് ഹിയർ ഫോർ 10 minutes? 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാമോ? യുവർ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. യുവർ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂം ആരാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെന്താണ്? ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? പാസീവ് വോയിസ്. ഇനി ഇത് ആക്റ്റീവ് വോയിസിലാണ് പറയുന്നതെങ്കിലോ, ദ ഹൗസ് കീപ്പർ ഈസ് ക്ലീനിങ് യുവർ റൂം. ദ ഹൗസ് കീപ്പർ ഈസ് ക്ലീനിങ് യുവർ റൂം. പക്ഷെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ യുവർ റൂം എന്ന് പറഞ്ഞ് തുടങ്ങണം. പിന്നെ ഈസ്, കാരണം ഇപ്പം നടക്കുന്ന കാര്യമാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. പിന്നെ ഇവിടെ ക്ലീനിങ് അല്ലേ, അതായത് ING എന്നാണ് അത് അവസാനിക്കുന്നത് അല്ലേ, ING. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ നമുക്ക് ബീയിങ് ഇടണം, എന്നിട്ട് ക്ലീനിൻ്റെ തേർഡ് ഫോം ക്ലീൻഡ് അത് ഇടണം. സോ എങ്ങനെ വരും? യുവർ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. ഇതിൻ്റെ കൂടെ ബൈ ദ ഹൗസ് കീപ്പർ വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. അപ്പോൾ എങ്ങനെ പറയും? യുവർ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. യുവർ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. എങ്ങനെ പറയും? യുവർ റൂം ഈസ് ബീയിങ് ക്ലീൻഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ. രോഗിയെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ദ പേഷ്യൻറ്റ് വാസ് ബീയിങ് ഷിഫ്റ്റഡ് ടു ദ ICU. ഇതും പാസീവ് വോയിസ് അല്ലേ, കാരണം ആര് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അത് ആക്റ്റീവ് വോയിസിലാക്കണമെങ്കിലോ, അവർ പേഷ്യൻറ്റിനെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞേനെ. ദേ വേർ ഷിഫ്റ്റിംഗ് ദ പേഷ്യൻറ്റ് ടു ദ ICU. ദേ വേർ ഷിഫ്റ്റിംഗ് ദ പേഷ്യൻറ്റ് ടു ദ ICU. അപ്പോൾ നിങ്ങൾ കണ്ടോ, പാസീവിലേക്ക് മാറ്റാൻ എന്താ ചെയ്തത്? ദ പേഷ്യൻറ്റിൽ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞു പോയ സംഭവമാണ്, അതുകൊണ്ട് വാസ് യൂസ് ചെയ്യണം. എന്തുകൊണ്ട് വേർ യൂസ് ചെയ്തില്ല? ഇവിടെ പേഷ്യൻ്റ് ഒരാളേ ഉള്ളൂ, എന്നാൽ ആക്റ്റീവ് സെൻറ്റൻസിൽ ദേ ആണ്, അവർ ഒന്നിലധികം പേരുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. ഇത് നിങ്ങൾ എപ്പിസോഡ് 16 വിശദമായി പഠിച്ചാണല്ലോ. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എപ്പിസോഡ് 16 കാണണം കേട്ടോ. ഓക്കെ, ദ പേഷ്യൻറ്റ് വാസ് ബീയിങ് ഷിഫ്റ്റഡ് ടു ദ ICU. ഇവിടെ എന്താ പറയുമ്പം ബീയിങ് ഷിഫ്റ്റഡ് വന്നത്? ഷിഫ്റ്റിംഗ് എന്നുള്ളതിനെ പാസീവ് പറയുമ്പോൾ ബീയിങ്ങും പിന്നെ ഷിഫ്റ്റിൻ്റെ തേർഡ് ഫോം ഷിഫ്റ്റഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ബീയിങ്ങിൻ്റെ ഇവിടുത്തെ ഉപയോഗം മനസ്സിലായല്ലോ. ഇത്രയും ഓർത്താൽ മതി. ആക്റ്റീവ് വോയിസിൽ ഏതെങ്കിലും കാര്യം കണ്ടിന്യൂസ് ആണ്, അതായത് ഈറ്റിംഗ്, ഷിഫ്റ്റിംഗ്, റീഡിങ്, ഇങ്ങനെ INGയിൽ പറയുന്നുണ്ടെങ്കിൽ പാസീവിലോട്ട് മാറ്റുമ്പം ബീയിങ് ഇടണം. പ്രസൻറ്റ് ടെൻസ്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ. പാസ്റ്റ് ടെൻസ് ആണ്, അതായത് കഴിഞ്ഞുപോയ കാര്യമാണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യണം. ഇനി നമുക്ക് ബീൻ പാസീവ് വോയിസിൽ എപ്പോൾ ചേർക്കാം? ഐ ഹാവ് സെൻഡ് എ ലെറ്റർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേതാണ്? ആക്റ്റീവാണോ പാസീവാണോ? ആക്റ്റീവാണ്. എന്നാൽ
എ ലെറ്റർ ഹാസ് ബീൻ സെൻറ്റ് എന്ന് പറഞ്ഞാലോ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാസീവിലാണ്. കാരണം ആരയച്ചു എന്നുള്ളതിന് പ്രാധാന്യമില്ല, ലെറ്ററിനാണ് പ്രാധാന്യം. അപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റൻസും ഒന്നുകൂടെ നോക്കാം. ഐ ഹാവ് സെൻറ്റ് ദ ലെറ്റർ. ഇവിടെ ഐ ആണ്. ഹാവും ഹാസും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഐ, വി, യു, ദേ. ഇവയുടെ കൂടെ ഹാവ് വരും. ഹി, ഷീ, ഇറ്റ്. പിന്നെ ഏതെങ്കിലും പേരോ ഒക്കെ വരുവാണെങ്കിൽ ഹാസ് വരും. ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്കിതിനെ പാസീവിലേക്ക് മാറ്റാം. അപ്പോൾ എ ലെറ്ററിൽ തുടങ്ങും. എ ലെറ്റർ. ലെറ്ററിൻ്റെ കൂടെ ഹാവ് വരുമോ ഹാസ് വരുമോ? ഹാസ് വരും. കാരണം അത് ഇറ്റാണ്, ഇറ്റിൻ്റെ വേറൊരു ഫോമാണ്. ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ ഹാവ് വന്നേനെ. അപ്പോൾ എ ലെറ്റർ ഹാസ്, പിന്നെ വരും ബീൻ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഹാവ്, ഹാസ്, ഹാഡ് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പാസീവിൽ പറയുമ്പം എപ്പോഴും ബീൻ ചേർക്കണം. സോ എ ലെറ്റർ ഹാസ് ബീൻ, പിന്നെ സെൻറ്റ് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിരുന്നു ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ വരുമ്പം എപ്പോഴും വേർബിൻ്റെ തേർഡ് ഫോം ആണോ. അപ്പോൾ ഓൾറെഡി സെൻറ്റ് ആണ്, ഇവിടെയും സെൻറ്റ് ആണ്. സോ ഫുൾ സെൻറ്റൻസ് എങ്ങനെ വരും? എ ലെറ്റർ ഹാസ് ബീൻ സെൻറ്റ്. എ ലെറ്റർ ഹാസ് ബീൻ സെൻറ്റ്. എങ്ങനെ പറയും? എ ലെറ്റർ ഹാസ് ബീൻ സെൻറ്റ്. ബൈ മീന്ന് വേണമെങ്കിൽ ചേർക്കാം. വൺ മോർ എക്സാമ്പിൾ. അയാളെ കമ്പനി പ്രൊമോട്ട് ചെയ്തിരുന്നു. ദ കമ്പനി ഹാഡ് പ്രൊമോട്ടഡ് ഹിം. എങ്ങനെ പാസീവിൽ പറയും? ഇപ്പം നമുക്ക് അയാളിൽ നിന്നും തുടങ്ങണം. ഹി ഹാഡ് ബീൻ, പിന്നെന്ത് വരും? പ്രൊമോട്ടഡ്. അയാൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഹി ഹാഡ് ബീൻ പ്രൊമോട്ടഡ്. ഹി ഹാഡ് ബീൻ പ്രൊമോട്ടഡ്. എങ്ങനെ പറയും? ഹി ഹാഡ് ബീൻ പ്രൊമോട്ടഡ്. അപ്പം നമ്മൾ ബീനിൻ്റെ പാസീവ് വോയിസിലുള്ള ഉപയോഗവും പഠിച്ചല്ലോ. ഹാവ്, ഹാസ്, ഹാഡ് ഇവ വരുന്ന സെൻറ്റൻസിനെ പാസീവിലാക്കാൻ ബീൻ ഉപയോഗിക്കണം. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ. ദേ ആർ കൺസ്ട്രക്റ്റിംഗ് ന്യൂ ഫ്ലാറ്റ്സ്. അവർ പുതിയ ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് പറയണം പുതിയ ഫ്ലാറ്റുകൾ ആയിക്കൊണ്ടിരിക്കുന്നു. ന്യൂ ഫ്ലാറ്റ്സിൽ തുടങ്ങണം. പിന്നെ കൺസ്ട്രക്റ്റിൻ്റെ തേർഡ് ഫോം കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പോൾ ഫുൾ സെൻറ്റൻസ് എങ്ങനെ വരും? അതൊന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. അപ്പോൾ പാസീവ് വോയിസ് പഠിക്കേണ്ടവർ ഈ ക്ലാസ്സിൻ്റെ കൂടെ എപ്പിസോഡ് 18 കൂടെ കാണണം. അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ബി, ബീങ്, ബീനൊക്കെ പഠിച്ചു കഴിഞ്ഞെന്ന്. വളരെ പ്രയോജനമുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു, ഇവയുടെ പാസീവ് വോയിസിലെ ഉപയോഗം. പക്ഷേ ഇവയ്ക്ക് വേറെ ഉപയോഗമുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരുപാട് പേര് ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നേരത്തെ അറിയേണ്ടതായിരുന്നെന്ന്. അപ്പം നമുക്ക് ഇന്നത്തെ ഫ്രേസ് ഒന്ന് നോക്കാം. ഇഫ് നോട്ട് നൗ ദെൻ വെൻ. ഇഫ് നോട്ട് നൗ ദെൻ വെൻ. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ശരിയല്ലേ? ഇഫ് നോട്ട് നൗ ദെൻ വെൻ. അപ്പോൾ അടുത്ത ക്ലാസ് ഇതിൻ്റെ പാർട്ട് 2 ആണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ് അതും. സോ ക്ലാസ്സസ് മുടങ്ങാതെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. സീ യു അഗെയിൻ. സ്റ്റേ സേഫ്.